Hello friends, welcome to Bincy Vlogs. ഞാനിന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു വ്ലോഗുമായിട്ടാണ്. ഈ കഴിഞ്ഞ സൺഡേയിൽ ലഞ്ച് വരെയുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു മാസം മുൻപ് ഞങ്ങൾ പോയതാണ്. ഇതുവരെ എനിക്ക് ഇടാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വ്ലോഗ്സ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി, നല്ല തിരക്കായിരുന്നു. അത് കാരണമാണ് വ്ലോഗ്സ് ഇടാനായിട്ട് താമസിച്ചത്. ഇനി ക്രിസ്മസ് മുതൽ അങ്ങോട്ട് തുടർച്ചയായിട്ട് വ്ലോഗ്സുകൾ ഇടാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസ് കുറച്ച് ഷേക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇനി അടുത്ത വീഡിയോ മുതൽ ഞാനത് കറക്റ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോയിലും കുറച്ച് ഷേക്കൊക്കെ കാണും. അപ്പോൾ നിങ്ങളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് ഈ വ്ലോഗിലേക്ക് കടക്കാം. ഈ സൺഡേ കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ എണീറ്റത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ ഉണ്ടാക്കിയത് ഓട്സാണ്. അധികം സമയമില്ലാത്തപ്പോൾ ഞാൻ പെട്ടെന്ന് ഓട്സാണ് എടുക്കാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓട്സ് പ്രിപ്പയർ ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ മൈക്രോവേവ് ചെയ്യുന്ന പാർട്ട് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ സാധാരണ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇടാറുണ്ട് ഓട്സിൻ്റെ കൂടെ. അപ്പോൾ ഞാനിന്ന് ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കൂടാതെ കുറച്ച് മുന്തിരിങ്ങയും കുറച്ച് ഡേറ്റ്സും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സ്കിംഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. ഇത് 0.5% ഫാറ്റുള്ള മിൽക്കാണ്. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ മൈക്രോവേവ് ചെയ്താണ് എടുക്കുന്നത്. 2 മിനിറ്റ് മൈക്രോവേവ് ചെയ്യും. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് കറികളൊക്കെ വെക്കാനായിട്ട് നോക്കുകയാണ്. ഈ ചിക്കൻ തലേദിവസത്തെയാണ്. പിന്നെ കുക്കറിൽ പയറും മത്തങ്ങയും കൂടെയുള്ള പരിപ്പിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനിന്ന് ഇത് കൂടാതെ ഫിഷ് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സാൽമണാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കൂടാതെ ഒരു തോരനും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ മൺഡേയിൽ നമുക്ക് ഹസ്ബൻഡിനെ ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഞാനെല്ലാം കുക്ക് ചെയ്ത് വെക്കാറുണ്ട് സൺഡേ തന്നെ. ഇതിപ്പോൾ 2 മിനിറ്റ് ഞാൻ മൈക്രോവേവ് ചെയ്തെടുത്ത ഓട്സാണ്. ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കും. ഞാനിന്നൊരു പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുട്ടികൾക്കും ഇത് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് വേവുന്ന അരിയാണ് ഞാനിന്ന് ഇട്ട് കൊടുക്കുന്നത്. സോന മസൂരി അരിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ മട്ട റൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കുന്നതുകൊണ്ട് ഇതാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ കളിയാണ്. 2 പേരും കൂടെ കളിക്കും. ഹൈഡ് ആൻഡ് സീക്കൊക്കെ കളിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ബാക്കിയുള്ള ജോലികൾ ഞാൻ പെട്ടെന്ന് തീർത്ത് വെക്കും. ഇതിപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെയാണ്. സാൽമൺ ആയതുകൊണ്ടാണ് ഞാനൊരു സവാള എടുത്തത്. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് സാൽമൺ അങ്ങനെ കറി വെക്കാറില്ലായിരുന്നു. ഫ്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ ബേക്ക് ചെയ്യുകയോ ചെയ്യാറുള്ളത്. പക്ഷേ ഈ അടുത്ത് ഞാൻ സാൽമൺ വെച്ച് മീൻകറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ എപ്പോൾ സാൽമൺ കിട്ടിയാലും ഞാൻ മീൻകറിയാണ് വെക്കുന്നത്. അതുപോലെ തന്നെ കുടംപുളി വെച്ചിട്ട് വെക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് നമ്മൾ പിഴുപുളി വെച്ചിട്ട് സാൽമൺ കറി വെക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിഴുപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വഴറ്റിയിട്ട് സാൽമൺ കറി വെക്കുകയാണ്. സാൽമൺ ഏറ്റവും ഗുണമുള്ള മീനാണ്. വൈറ്റമിൻ ഡി ഉള്ള മീനാണ്. അപ്പോൾ അത് കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി. വറുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവും. അപ്പോൾ ഏത് മീനായാലും കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പം മക്കൾ കാർട്ടൂൺ കേട്ടിട്ട് ഡാൻസൊക്കെ ചെയ്യാണ്. നമ്മുടെ സാധാരണ പണ്ടത്തെ അംഗനവാടിയിലെ സോങ്സാണ്. കോവയ്ക്ക അരിയാനായിട്ട് പോയപ്പോൾ 2 ആളും കൂടെ കൂടിയിട്ടുണ്ട്. ആ കയ്യിലിരിക്കുന്ന നൈഫ് മുറിയാത്തതാണ്. അപ്പോൾ 2 പേരും കോവയ്ക്ക അരിയാണ്. ഞാനിവിടെ കോവയ്ക്ക നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് തോരനാണ്.
അപ്പോൾ നമ്മുടെ സാൽമൺ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. ഏത് മീനും ഇതുപോലെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കിടില മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പയർ പുഴുങ്ങിയത് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പയറും മത്തനും കൂടെ ഉള്ള ഒരു പരിപ്പാണ്. അപ്പോൾ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കറിയാക്കി എടുക്കണം. ഞാനിവിടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മത്തങ്ങ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാനായിട്ട് നല്ലൊരു കറിയാണത്. അപ്പോൾ ഇവിടെ ഞാൻ കോവയ്ക്ക തോരനും റെഡിയാക്കുന്നുണ്ട്. ഇത് പരിപ്പിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി, വറ്റൽമുളക്, കടുകാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഏകദേശം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു ജോലിയില്ല, നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. ഇപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണൊക്കെ ക്ലീനാക്കി പാത്രമൊക്കെ കഴുകാനായിട്ട് ഡിഷ് വാഷറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ച അല്ല, ഒരു മാസം മുൻപാണ് ശരിക്കും പോയൊരു ചെറിയൊരു ട്രിപ്പല്ല, ഇവിടെ അടുത്തൊരു മോളിലേക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബേബി സ്നാക്സ് ഉണ്ട്, പിന്നെ നീർദോശ, പാല്, വെള്ളം, ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കരുതാറുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നൊരു പള്ളി എന്ന് പറയുന്നത് സെൻറ്റ് ജോൺസ് ചർച്ചാണ്. ഇത് 1903 ഇത് ശരിക്കും പണി കഴിപ്പിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചർച്ചാണ്. 2 സൈഡും ഇതിന് എൻട്രൻസ് ഉണ്ട്. അതുപോലെ തന്നെ വലിയ 2 ക്ലോക്കുകളുമുണ്ട്. കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ചർച്ചാണ്. ഈ ചർച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റും. അപ്പം വളരെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ അധികം താമസിയാതെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചർച്ചിനടുത്തായിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന മോളുള്ളത്. ട്രയാങ്കിൾ എന്നാണ് ആ മോളിൻ്റെ പേര്. അതൊരു ട്രയാങ്കിളുടെ ഷേപ്പിലാണ് ആ മോളുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. നമ്മളിപ്പോൾ ഒരു 4 മണി സമയമായപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇത് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ സ്പ്രിങ്ങൊക്കെ തീരാറായപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അധികം അങ്ങ് തണുപ്പായിട്ടില്ല, എങ്കിലും തണുപ്പാണ്. ആ കാണുന്ന കുമിള പോലുള്ളത് ഒരു സ്റ്റേഷനാണ്, റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ സ്ഥലം കാണാനായിട്ട്. ഇതാണ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഷോപ്പിംഗ് മോൾ. അപ്പോൾ 4 സൈഡിലാണ് ആ ക്ലോക്ക് ഉള്ളത്. 4 സൈഡിൽ നിന്ന് നമുക്ക് ക്ലോക്ക് കാണാം. വളരെ മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ്. അപ്പോൾ നമ്മൾ മോളിലേക്ക് കയറുന്ന എൻട്രൻസ് ആണിത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് മോളിനകത്തുള്ള ഒന്നും പിടിക്കാൻ പറ്റിയില്ല. കാരണം കുട്ടികൾ മോളിനകത്ത് കയറിയാൽ അവർക്ക് ഇറങ്ങി നടക്കണം. അപ്പോൾ കുട്ടികളെയും വെച്ചുകൊണ്ട് എനിക്കൊന്നും ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇതിപ്പോൾ നമ്മൾ മോളിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നല്ല മൂടൽമഞ്ഞ് ആണ്. അപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. നല്ല മൂടൽമഞ്ഞും നല്ലൊരു ക്ലൈമറ്റാണ്. ആ സമയമൊക്കെ 4 മണിയാകുമ്പോൾ പകൽ തന്നെയായിരുന്നു. ഇപ്പോൾ 3 മണി 3:30 സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ രാത്രിയായി തുടങ്ങും. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ ഒരു 8 മണിയാകുമ്പോഴാണ് നേരമൊക്കെ വെളുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ മോളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോകുന്നതുകൊണ്ട് ലൈറ്റ്സൊക്കെ ഇട്ട് ഉള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇനി അധികം താമസിയാതെ ഞാൻ ക്രിസ്മസ് കാഴ്ചകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ കുട്ടികളൊക്കെ ഉറക്കം വരുന്നൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അവർക്ക് കുറച്ച് സ്നാക്സൊക്കെ കൊടുത്തിട്ടുണ്ട്, പാലുമൊക്കെ കൊടുത്തു. ഇതിപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നമ്മളുടെ വീടിൻ്റെ അടുത്തേക്കുള്ള റോഡിലൂടെ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല പഴയ ബിൽഡിങ്സൊക്കെയാണ്. മുത്ത് ഇപ്പോൾ വണ്ടിയിലിരിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ മുത്തിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഞങ്ങൾ പൊന്നിനെ ഇരുത്തിയിട്ടുണ്ട്. മുത്ത് അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കുകയാണ്.
ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരം 1 കിലോമീറ്റർ കൂടുതലുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നാണ് പോകുന്നത്. അപ്പോൾ ഈ സ്വീഡനിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നടക്കാറുണ്ട്. നാട്ടിലെ പോലെയല്ല. ഇപ്പം നല്ല മൂടൽമഞ്ഞൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതെല്ലാം റോഡിൻ്റെ സൈഡാണ്. അപ്പോൾ ഈ ഒരു സീബ്ര ക്രോസിങ് കടന്നു കഴിയുമ്പോൾ നമ്മുടെ ഫ്ലാറ്റാണ്. അപ്പോൾ നടക്കാൻ ഉള്ള സിഗ്നൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ക്രോസ് ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പം നമ്മളുടെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല എങ്കിലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും മടി പിടിച്ചിട്ടാണ് ഈ വ്ളോഗ് ഇപ്പം ഇടാനായിട്ട് വൈകുന്നത്. സോ നിങ്ങളൊന്നും വിചാരിക്കരുത്. വൺസ് ഈ ക്രിസ്മസ് സമയമാകുമ്പോൾ നല്ല ഉഷാറാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും നന്നായിട്ട് വ്ളോഗ്സൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ്സ് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.